മലയോര മേഖലയിൽ കാട്ടുതീ വ്യാപകമാകുമ്പോഴും 2021 മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയ ഇടുക്കി രാജാക്കാട് മിനി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപനങ്ങളിൽ മാത്രം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുവാൻ ഗ്രാമപഞ്ചായത്തിനോട് നിർദ്ദേശം നൽകിയിരുന്നു. 40 കിലോമീറ്റർ അകലെ നിന്നും വേണം ഫയർഫോഴ്സ് രാജകുമാരി, രാജാക്കാട്, ശാന്തൻപാറ, സേനാപതി, ബൈസൺ വാലി മേഖലകളിലെത്താൻ. 2019 ബജറ്റിൽ പ്രഖ്യാപിച്ച മിനി ഫയർ സ്റ്റേഷന് 2021 മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. മിനി ഫയർ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തി നൽകാൻ തയ്യാറാണെന്ന് രാജാക്കാട് പഞ്ചായത്ത് സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇതിനായി ബസ് സ്റ്റാൻഡിലെ കെട്ടിടം ആദ്യം പരിഗണിച്ചിരുന്നു. തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്നതും പരിഗണിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതി ഇതുവരെ പ്രാവർത്തികമായില്ല. നവകേരള സദസ്സ് ജില്ലയിൽ പര്യടനം നടത്തിയപ്പോൾ ഫയർ സ്റ്റേഷന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ രാജാക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ എന്തെങ്കിലും ഒരു തീപിടുത്തോ അല്ലെങ്കിൽ ജലാശയത്തിൽ ആരെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അടിമാലിയിൽ നിന്ന് വരണം, അതല്ല എങ്കിൽ നെടുങ്കണ്ടത്തു നിന്ന് വരണം. ഈ രണ്ട് സ്ഥലത്തു നിന്ന് എവിടെ ഇവരെത്തണമെങ്കിലും ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ പിടിക്കും. രാജാക്കാട്, രാജകുമാരി പ്രദേശങ്ങളിൽ, ഈ അടുത്ത സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും അത്യാവശ്യമാണ് രാജാക്കാടിലൊരു ഫയർ സ്റ്റേഷൻ വരിക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ നടപടികളെല്ലാം സ്വീകരിച്ച് ഒരു ഫയർ സ്റ്റേഷൻ ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്തതാണ്. എന്നാൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പ്രാവശ്യം സർവകക്ഷി യോഗം വിളിക്കുകയും സർവകക്ഷി യോഗത്തിൽ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ബസ് സ്റ്റാൻഡിൽ സ്ഥലം ഒരുക്കി കൊടുക്കണം, അതല്ല എങ്കിൽ പഴയപടിയിൽ ഒരു സ്ഥലത്ത് ഒരുക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ട് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ രാജാക്കാട് മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെ അഭാവം തിരിച്ചടിയാണ്. രാജാക്കാട്, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ബൈസൺ വാലി, കൊന്നത്തടി മേഖലകളിൽ ഏതെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ശരാശരി 30 കിലോമീറ്ററിലധികം അകലെയുള്ള അടിമാലി, നെടുങ്കണ്ടം, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാശനഷ്ടങ്ങളുടെ തോത് ഉയരുന്നത് പതിവാണ്. വേനൽ കടുത്തതോടെ ഈ മേഖലയിൽ കാട്ടുതീ വ്യാപകമാണ്. പൂപ്പാറയിൽ മുൻപുണ്ടായ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിവെള്ള പൈപ്പുകൾ കത്തിനശിച്ചിരുന്നു. ശാന്തൻപാറ ശങ്കരവാണ്ടിമേട്ടിൽ കാട്ടുതീയിൽ ഏക്കർ കണക്കിന് കൃഷി കത്തിനശിച്ചിരുന്നു. കിലോമീറ്ററുകൾ താണ്ടി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ആരെങ്കിലും ജലാശയങ്ങളിൽ വീണ് അപകടങ്ങൾ ഉണ്ടായാൽ തൊടുപുഴയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധർ എത്തുന്നത്. രാജാക്കാട്ടിൽ അനുവദിച്ച മിനി ഫയർ സ്റ്റേഷൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കാൻ അധികാരികൾ ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.